വചനം മറിയത്തിന്റെ സ്വസ്ത്രഗീതങ്ങളിൽ നാം വായിച്ചിട്ടുണ്ടെങ്കിൽ വചനം മറിയത്തിന്റെ അരികിലേക്ക് വന്നു. വചനമാണ് മറിയത്തിന്റെ അരികിൽ ദൂതൻ വന്ന് പറയുന്നത്. അപ്പൊ ഈ വചനം ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണെന്ന് നമുക്കറിയാം. അതായത് ദൈവത്തിന്റെ സംസാരം മുഴുവനും ദൈവത്തിന്റെ രാജ്യത്തിലാണ് വചനം നടക്കുന്നത്, അല്ലെങ്കിൽ വചനം സംസാരിക്കുന്നത്. ഭൂമിയിൽ കലഹങ്ങളും ഭിന്നതകളും മാനുഷിക സംസാരങ്ങളും എല്ലാ അസ്വസ്ഥ ചിന്തകളും ഉള്ളത് ഭൂമിയിലാണ്. എന്നാൽ സ്വർഗത്തിൽ വചനമാണ് ദൂതന്മാര് വരെ ഏറ്റുപറയുന്നത്. നാം ഭൂമിയിൽ വചനം ഏറ്റുപറയുന്നിടത്ത് യേശു പറയുന്നുണ്ട്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പൊ മറിയത്തിന്റെ അടുക്കൽ ദൂതൻ വന്ന് പറയുന്നത്, നന്മ നിറഞ്ഞ മറിയമേ. മറിയത്തെ അല്ല ആദ്യം വിളിച്ചത്, നന്മ നിറഞ്ഞ മറിയമേ. അപ്പൊ നന്മ നിറഞ്ഞ മറിയത്തെ ദൂതൻ കാണുന്നത് നന്മ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ്. മറിയത്തെ അല്ല ദൂതൻ ആദ്യം വിളിക്കുന്നത്, നന്മ നിറഞ്ഞ മറിയമേ. ഇപ്പൊ നന്മ നിറഞ്ഞ ഡാനിന്ന് നമ്മൾ വിളിക്കുക, അല്ലെ നന്മ നിറഞ്ഞ ഷേർലിന്ന് വിളിക്കുവോ, നന്മ നിറഞ്ഞ ജോജിന്നോ അങ്ങനെ നമ്മുടെ പേര് വിളിക്കുന്നവര് ഇല്ല. എന്നാൽ ദൂതൻ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കേൾക്കണം, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി. ഒരു സ്തുതി പോലും മനുഷ്യര് പരസ്പരം പറയുകയല്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതി പറയാൻ പഠിപ്പിച്ച അവര് പറയും പ്രൈസലോട് പറഞ്ഞിട്ട് സ്ഥലം വിടും. അപ്പൊ നമ്മൾ മറിയത്തിന്റെ സ്വസ്ത്ര ഗീതത്തിൽ ദൂതൻ മറിയത്തോട് സംസാരിക്കുന്നത് വചനം ലോകത്തിലേക്ക് വരാനും മറിയം ഗർഭം ധരിക്കാനിരിക്കുന്ന യേശു ദൈവപുത്രനാണെന്ന് വചനത്തിനറിയാം. കാരണം വചനം ദൈവമാണല്ലോ. അപ്പൊ ദൂതൻ പറയുന്നത് ഇതാണ്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത. നിറയണം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നന്മ നിറയണം. അപ്പൊ നമ്മളെ ദൂതന്മാർ നന്മ നിറഞ്ഞ ആളെന്നാണ് വിളിക്കുന്നത്. ദൂതന്മാരെക്കാട്ടിലും അല്പം താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. താഴ്ത്തി എന്ന് പറയുമ്പോൾ അവന്റെ ശരീരം ഭാരമുള്ളത് മാത്രം. ഭൂമിയിൽ അവന്റെ ശരീരത്തിൽ ഭാരമുള്ളത് കൊണ്ട് അവനിൽ ലൗകികമായ ശരീരം. ദൂതന്മാരോ ദൈവിക സ്വഭാവത്തിൽ ദൈവ ശരീരം, ആത്മശരീരത്തിന്റെ ഉടമകളാണ് അവര്. മനുഷ്യരാകട്ടെ ഭൗതിക ശരീരത്തിൽ ജനിച്ചവരാണ്. മരണം എന്നത് മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. എന്നാൽ നന്മ നിറഞ്ഞാൽ മരണം പോലുമില്ല. നന്മ എന്ന വാക്കിന്റെ അർത്ഥം ഒരു പാപവും സ്പർശിക്കാത്തവൾ എന്നാണ്. പാപത്തിന് സ്പർശിക്കാൻ കഴിയാത്ത വിധം നന്മകൾ കൊണ്ട് നിറഞ്ഞു. വെളിപാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പ്രസവിച്ച് അവളെ പരിപാലിക്കുവാൻ ദൈവം മരുഭൂമിയിൽ ഒരു സ്ഥലം കണ്ടെത്തി. അങ്ങനെ 1320 ദിവസം ദൈവം സജ്ജീകൃതമായ സ്ഥലത്ത് അവൾ പാർത്തു എന്നാണ് വെളിപാടിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ നന്മ നിറഞ്ഞ ഒരു ഹൃദയം ഒരു മനുഷ്യന് ലഭിച്ചാൽ അവൻ ദൈവ കൃപ കൊണ്ട് നിറഞ്ഞു. നന്മ നിറഞ്ഞ ഒരു ഹൃദയം മനുഷ്യന് ലഭിച്ചാൽ അവൻ നന്മ നിറഞ്ഞ ഹൃദയത്തിലേക്ക് അനുഗ്രഹങ്ങളാണ് നിറയുന്നത്. അപ്പൊ കൃപ നിറഞ്ഞ മറിയത്തിന് നന്മ നിറഞ്ഞപ്പോൾ അവിടെ ഉദരഫലം എന്തായി തീർന്നു? വചനം ധരിച്ചു. ആത്മാവിൽ അവൾ വചനം ധരിച്ചു.
ആത്മാവിൽ ധരിച്ചത് വിശ്വാസത്താൽ വചനവും, ഉദരത്തിൽ ജനിച്ചത് മാംസത്തിൽ ശരീരം. രണ്ട് വിനായകങ്ങളാണ് അതിനകത്തെ അർത്ഥങ്ങൾ. ഒന്ന്, വചനം ആത്മാവിൽ ധരിച്ചു, ഉദരത്തിലോ ശരീരം ധരിച്ചു. യേശുവിന്റെ ശരീരമാണ് ലോകത്തിലേക്ക് ജനിക്കുന്ന ഉണ്ണിമിശിഹ. അപ്പൊ മറിയത്തിന് രണ്ട് സ്തോത്രങ്ങളിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, അവളിൽ കൃപ നിറഞ്ഞപ്പോൾ അവൾ നന്മ നിറഞ്ഞവളായി കാണപ്പെട്ടു. നന്മ നിറഞ്ഞത് ദൂതൻ അവൾക്ക് സ്തുതി പറഞ്ഞു. കൃപ നിറഞ്ഞപ്പോൾ അവൾ വചനത്തിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അത് വിശ്വാസം വഴി ഉദരത്തിൽ മനുഷ്യനായ ശരീരമായി. അപ്പൊ ശരീരത്തിൽ ജന്മമെടുക്കുവാൻ ഈ മറിയത്തിന് ദൈവം നൽകിയ കൃപ എത്ര വലുതാണ്. മനുഷ്യരായ നമ്മള്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നന്മ ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ദൈവസ്തുതികൾ പാടി ആരാധിച്ച് മക്കൾക്ക് ജന്മം നൽകി അമ്മ ദൈവത്തോട് കൂടെയാണ് ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവരിൽ നിന്ന് ജനിക്കുന്ന ശിശു ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്തും. ആരാധനക്രമത്തിലെ വസന്തകാലം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒരു വസന്തം, ഒരു സ്ത്രീയുടെ അഭിലാഷമാണ് പ്രസവിച്ച് ലോകത്തിൽ സൃഷ്ടികർമ്മത്തോടുകൂടെ ചേരുക. സൃഷ്ടാവ് നൽകുന്ന അനുഗ്രഹമാണ് ഒരു സ്ത്രീയുടെ ലോകത്തിലേക്ക് ഒരു ശിശുവിനെ നൽകുവാനുള്ള അനുഗ്രഹം. അപ്പൊ കൃപയിലൂടെയാണ് നമ്മളത് നൽകുന്നെങ്കിൽ ആ കുട്ടി ലോകത്തിന് പ്രകാശമായിരിക്കും, അല്ലെ നന്മയായിരിക്കും, സ്നേഹമായിരിക്കും, അത് സത്യമായിരിക്കും, ദൈവത്തിന് സാക്ഷിയായിരിക്കും, ക്രിസ്തുവിന് അടയാളമായിരിക്കും. മറിയത്തിനോ നന്മയുടെ പ്രതിരൂപമായിരിക്കും. ഒരു മനുഷ്യനെ നമ്മൾ വർണ്ണിച്ചാൽ തീരുകയില്ല. അത്രമാത്രം ദൈവകൃപ മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ ബുദ്ധിയും ശക്തിയും കഴിവും ബലവും കൊണ്ട് അവൻ ലോകത്തെ പിടിച്ചടക്കാൻ വേണ്ടി പാപപ്രവൃത്തികളിലൂടെ അവന്റെ മനസാക്ഷിയെ അശുദ്ധിയിലേക്കും ഹൃദയത്തെ ചിന്തയിലേക്കും ശരീരത്തെ പാപത്തിലേക്കും തള്ളിക്കളയുന്നു. അതുവഴി അവനിലെ ദൈവകൃപ നശിച്ചു പോകുന്നു. പിന്നെ അവൻ രക്ഷ പ്രാപിക്കുന്നത് പശ്ചാത്തപിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുന്നത്, പശ്ചാത്തപിക്കുന്ന പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അനുതപിക്കുന്ന പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ധൂർത്തുപുത്രനെ പോലെ തിരിച്ചു വരുന്ന പുത്രന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. പക്ഷെ അവന്റെ നല്ല ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അവൻ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ദൈവവചനമാണ്. ക്രിസ്തുവിന്റെ അടിസ്ഥാനം കുടുംബമാണ്. ഒരു കുടുംബത്തിലാണ് ക്രിസ്തു ജനിക്കുന്നത്. മറിയത്തോടും മാറി ഔസേപ്പിതാവിനോടും കൂടെ ദൈവപുത്രൻ ശരീരമെടുക്കുവാൻ വന്ന രണ്ട് കുടുംബത്തിന്റെ അടിസ്ഥാനമാണ് ഇസ്രായേൽ. ഇസ്രായേൽ കുടുംബത്തിൽ നിന്ന് വംശദൂതനായ ക്രിസ്തു മനുഷ്യരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ദൈവപുത്രനായിരുന്നു യേശു ക്രിസ്തു. രണ്ടു മനുഷ്യരുടെ മധ്യേ ദൈവത്തിന്റെ സ്തുതി ഉയർത്തിയ പരിശുദ്ധ മാതാവും മാറിയ ഔസേപ്പിതാവും സ്നേഹത്തിന്റെ പ്രതീകങ്ങളായിരുന്നു.
അവര് സ്നേഹങ്ങളായിരുന്നു. കൃപ നിറയുമ്പോൾ അത് സ്നേഹമാകും, നന്മ നിറയുമ്പോഴും അത് സ്നേഹമാകും, ക്ഷമിക്കുമ്പോഴും അത് സ്നേഹമാണ്. സ്നേഹം നിരവധി പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ തീരമാണ് ഒരു കുടുംബം. സ്നേഹമുള്ള കുടുംബത്ത് നന്മയുടെ മക്കൾ ജനിക്കുമ്പോൾ അത് ആ ദേശത്തിന് അനുഭവവും അനുഗ്രഹങ്ങളുമായിരിക്കും. ലോകത്തിൽ അവർ പ്രകാശങ്ങളായിരിക്കും. ദൈവത്തിന് അവർ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യും. ഇത് നാം അറിയുന്നത് ഉചിതമാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ നിന്ന് മരണം വരെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ശക്തിയുള്ളവരായി തീരുവാൻ അത്രേ നാം ആഗ്രഹിക്കേണ്ടത്.